ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് വന്നൊരു ന്യൂസാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ക്യാഷ് റിസീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പേ ചെയ്യേണ്ടത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 50,000 അബോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പണി വരുന്നുണ്ട്. ഇപ്പോൾ 100% ഓഫ് ദ എമൗണ്ട് ആണ് ഇപ്പോൾ ഫൈനായിട്ട് പെനാൽറ്റി ആയിട്ട് ഇപ്പോൾ ഇൻകം ടാക്സ് അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇൻകം ടാക്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ ക്യാഷ് ട്രാൻസാക്ഷനെ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ബ്ലാക്ക് മണീൻ്റെ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് നോട്ടീസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അനലൈസും അതുപോലെ തന്നെ മോണിറ്ററും ചെയ്യുന്നുണ്ട് ഈ ക്യാഷ് ട്രാൻസാക്ഷനെ. അപ്പോൾ നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങാനോ റിസീവ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ അത് ഡിജിറ്റലായിട്ട് സ്വീകരിക്കാൻ നോക്കുകയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് കാലം നിങ്ങൾക്ക് അതിനെതിരെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ പ്രൂഫും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ചിലപ്പോൾ നോട്ടീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് മണിയുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ച്വലി ഒരു എന്താ പറയുക ഒരു സെക്ഷൻ തന്നെ ആക്ച്വലി ഇൻകം ടാക്സിൽ ഇതിനുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക സെക്ഷൻ 269 ST ഓഫ് ഇൻകം ടാക്സ് ആക്ട് വിച്ച് ഡിസ്കറേജസ് അൺഡിക്ലെയർഡ് ഇൻകം. അതായത് ഈ ബ്ലാക്ക് മണി എന്നൊക്കെ പറയുമല്ലോ, ആ സംഭവം തന്നെ അതിനെതിരായിട്ടുള്ളൊരു ഭയങ്കരമായിട്ട് അതിന് മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലിയ എമൗണ്ടെങ്കിലും ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫറോ റിസീവോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടും നിങ്ങൾക്ക് അതിന് സോഴ്സ് അക്കൗണ്ട് കാണിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൂഫ് കാണിക്കാനുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പിന്നെ അത് ശേഷം പോയി പിന്നെ അത് CDM-ലോ അല്ലെങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പണി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പണി എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിന് പ്രൂഫ് സോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചിലപ്പോൾ അതിന് പിന്നെ കുറച്ച് 2-3 പെട്ടെന്ന് ഇറക്കേണ്ടി വരും. ദിവസം കാര്യങ്ങളെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 100% പെനാൽറ്റി ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. ക്യാഷ് ട്രാൻസാക്ഷനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിയിക്കാനുള്ള ഒരു സംഭവം എടുത്തു മാത്രമല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് ഈ സംഭവം ചെയ്യുന്നുണ്ടല്ലോ ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ പ്രത്യേകിച്ച് 50,000 മുകളിൽ അബോ ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സക്സസ് സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ച പോലെ കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ മറക്കണ്ട. അടുത്ത വീഡിയോയാണ്. ബൈ.